കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ജേർണൽ എൻട്രികൾ ചെയ്ത് നോക്കിയിരുന്നു. അതിൻ്റെ ഡെബിറ്റ് ക്രെഡിറ്റ് റൂളുകളാണ് പറയുന്നത് കേട്ടോ. അതായത് ജേർണൽ എൻട്രിയിലെ ഡെബിറ്റും ക്രെഡിറ്റും നമ്മൾ ചെയ്തിരുന്നു. അതിൻ്റെ തിയറിയായിട്ട് വരുന്ന റൂൾസ്, ഡെബിറ്റ് ക്രെഡിറ്റ് എങ്ങനെ എഴുതുന്നുള്ള റൂളുകൾ. ഓക്കെ, അപ്പോൾ നമ്മൾ അന്ന് ചെയ്തിരുന്ന ഗുണം എന്താണ്, ദോഷം എന്താണ്, നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ട്, യുക്തി കൊണ്ട് ചിന്തിച്ചിട്ട് ഡെബിറ്റും ക്രെഡിറ്റും എഴുതായിരുന്നു ചെയ്തിരുന്നത്. പക്ഷെ അത് ആ ഒരു കാര്യം തന്നെ കൃത്യമായിട്ട് റൂളായിട്ട് അക്കൗണ്ടിങ് ടെക്സ്റ്റിൽ എഴുതിയതാണ് ഇപ്പോൾ ബോർഡുമുള്ളത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ഡെബിറ്റിൻ്റെ താഴെ എന്താ പറയുന്നത്, അസറ്റ് ഇൻക്രീസ്, സ്വത്ത് കൂടുക എന്ന് പറഞ്ഞാൽ നല്ലതാണ് അല്ലേ. നമ്മുടെ ബിസിനസ്സിലെ സ്വത്ത് കൂടുന്നത് നല്ലതാണ്. ഉദാഹരണത്തിന് നമുക്ക് കുറച്ച് ക്യാഷ് കിട്ടി, എന്തെങ്കിലും സെയിൽ ചെയ്തു, ചരക്കുകൾ വിറ്റു, ആ സമയത്ത് നമുക്ക് കുറച്ച് ക്യാഷ് കിട്ടിയെങ്കിൽ അത് നല്ലതല്ലേ, ക്യാഷ് കിട്ടുന്നത് നല്ലതാണ്. അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ഡെബിറ്റ്, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റിൽ കൊണ്ടുപോയി നമ്മൾ എഴുതും അല്ലേ. അപ്പോൾ സ്വത്ത് കൂടുന്നത് നല്ലതാണ്. അതുപോലെ നമ്മളൊരു മൊബൈൽ വാങ്ങിയാൽ മൊബൈൽ നമ്മുടെ സ്വത്താണ് അല്ലേ, മൊബൈൽ നമ്മുടെ സ്വത്താണ്. ആ മൊബൈലിനെ നമ്മൾ എവിടെ എഴുതും, ഡെബിറ്റിൽ എഴുതും, മൊബൈൽ അക്കൗണ്ട് ഡെപ്റ്റർ. എ സി വാങ്ങിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഡെബിറ്റിൽ എഴുതും, കാരണം നമുക്കൊരു സ്വത്ത് ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ അതിനെ നമ്മൾ ഡെബിറ്റിൽ എഴുതും, എ സി അക്കൗണ്ട് ഡെപ്റ്റർ എന്ന് എഴുതും. ഇങ്ങനെ നമ്മുടെ ബിസിനസ്സിലെ ഏതൊരു സ്വത്ത് കൂടുമ്പോഴും, അതായത് സ്വത്ത് നമുക്ക് കിട്ടുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഡെബിറ്റിൽ എഴുതും, കാരണം അത് നല്ലതാണ് അല്ലേ. സ്വത്ത് നമുക്ക് കൂടുന്നത് നല്ലതാണ്. ഒരു വ്യക്തിയുടെ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സ്വത്ത് കൂടുന്നത് നല്ലതല്ലേ. ചിന്തിച്ചു നോക്കൂ, ഒരുപാട് സ്വത്തുകളുള്ള ഇത് നല്ലതാണ്, സമൂഹത്തിൽ നല്ല വില ഉണ്ടാവും അല്ലേ. നമ്മുടെ ലൈഫിൽ നല്ല ഒരു കാര്യമാണ് സ്വത്തുണ്ടാകുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ബിസിനസ്സിലും ഒരുപാട് സ്വത്തുകളുള്ളത് നല്ലതാണ്. അപ്പോൾ സ്വത്ത് കൂടുന്നത് നല്ലതാണ്. അപ്പോൾ അസറ്റ് ഇൻക്രീസ്, സ്വത്ത് കൂടുമ്പോൾ നമ്മളതിനെ എവിടെ എഴുതും, ഡെബിറ്റിലെഴുതും, നല്ലതിലെഴുതും, ഗുണത്തിലെഴുതും. ഓക്കെ, ഇനി രണ്ടാമത്തെ, അപ്പോൾ അസറ്റ് കൂടുമ്പോൾ ഗുണമാണെങ്കിൽ, അസറ്റ് കുറയുമ്പോൾ എന്തായിരിക്കും, ദോഷമായിരിക്കും അല്ലേ. അസറ്റ് കുറയുന്നത് ദോഷമാണ്. നമ്മുടെ കയ്യിൽ നിന്നും ക്യാഷ് പോകുകയാണ്, എന്തെങ്കിലും ഒരു കാര്യത്തിന് ക്യാഷ് പോവുകയാണെങ്കിൽ ക്യാഷിനെ നമ്മൾ എവിടെ എഴുതും, ദോഷത്തിലെഴുതും, ക്രെഡിറ്റിലെഴുതും. അതായത് വാടക കൊടുത്താൽ നമ്മൾ എങ്ങനെ ജേർണൽ എൻട്രി ചെയ്താൽ, റെൻ്റ് അക്കൗണ്ട് ഡെപ്റ്റർ, റെൻറ്റിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും, ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യും, ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും അല്ലേ. അതായത് ക്യാഷ് എന്ന് പറയുന്ന അസറ്റിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും, ക്യാഷ് എന്ന് പറഞ്ഞാൽ അത് ദോഷത്തിൽ എഴുതും. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നൊരു സ്വത്ത് പോകുകയാണെങ്കിൽ അതിനെ നമ്മൾ ക്രെഡിറ്റിൽ, ദോഷത്തിൽ അല്ലെങ്കിൽ ചീത്തയിലാണ് നമ്മൾ എഴുതുക, നമുക്ക് വരുന്ന നഷ്ടമായിട്ടാണ് എഴുതുക. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു എ സി വിറ്റു വരുക, എ സി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു എ സി വിറ്റു, ആ വിൽക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് ആ എ സി പോവുകയാണ് അല്ലേ. അപ്പോൾ ആ എ സിയെ നമ്മൾ എവിടെ എഴുതും, ക്രെഡിറ്റിൽ എഴുതും, ക്രെഡിറ്റിലാണ് എഴുതുക അല്ലേ. അതായത് നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് പോവുകയാണ്, എ സി പോവുകയാണ്, പക്ഷെ നമുക്ക് ക്യാഷ് കിട്ടുന്നുണ്ടാവും അല്ലേ. ഇപ്പോൾ ഒരു 30,000 രൂപയ്ക്ക് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എ സി വിൽക്കുകയാണ്, അല്ലെങ്കിൽ 20,000 രൂപയ്ക്ക് വിൽക്കുകയാണെന്ന് കരുതുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ക്യാഷ് കിട്ടി. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ, സ്വത്ത് കൂടിയതുകൊണ്ട് അത് ഡെബിറ്റ് ചെയ്യും. എ സി എന്ന സ്വത്ത് പോകുന്നതുകൊണ്ട് അതിനെ നമ്മൾ എവിടെ എഴുതും, ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ സ്വത്ത് കൂടുമ്പോൾ, അതായത് സ്വത്ത് കിട്ടുമ്പോൾ ഡെബിറ്റിലും അത് നല്ലതാണ്, സ്വത്ത് പോകുമ്പോൾ, നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ അതിനെ ക്രെഡിറ്റിലും അത് ചീത്തയാണ്. അങ്ങനെ നമ്മൾ എഴുതണം അല്ലേ. ഇനി അടുത്തത്, ബാധ്യത കുറയുന്നത് നല്ലതാണെന്ന് പറയുന്നു അല്ലേ. നമ്മുടെ കടങ്ങൾ കുറയുന്നതല്ലേ നല്ലത്. നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ, ലൈഫിൽ, ഒരു വ്യക്തിയുടെ ലൈഫിൽ കടങ്ങൾ ഉണ്ടാകുന്നതാണോ അതോ അത് കുറയുന്നതാണോ നല്ലത്? കടം കുറയുന്നതല്ലേ നല്ലത്? കടങ്ങൾ നല്ലതാണോ? അല്ല, ഒരു മോശം കാര്യമല്ലേ കടം ഒരുപാടുണ്ടെങ്കിൽ സമാധാനം ഉണ്ടാവില്ല അല്ലേ. അവസാനം പല ആളുകളും ആത്മഹത്യ വരെ ചെയ്യാറുണ്ട് കടം കൂടിക്കൊണ്ട്. അപ്പോൾ ഈ കടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല കാര്യമല്ല, ബാധ്യതയാണ് അല്ലേ. ബാധ്യത, കടങ്ങൾ. അതുപോലെ തന്നെയാണ് ബിസിനസ്സിനും കടങ്ങൾ നല്ലതല്ല, അതൊരു മോശം കാര്യമാണ്. അപ്പോൾ ആ കടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെവിടെ എഴുതും, ദോഷത്തിലെഴുതും. ആ കടങ്ങൾ കുറയുമ്പോൾ ഡിക്രീസ് ആണ് അല്ലേ. കടങ്ങൾ കുറയുന്ന സമയത്ത്, നമ്മുടെ ബാധ്യതകൾ കുറയുന്ന സമയത്ത് അതിനെവിടെ എഴുതും, ഗുണത്തിലെഴുതും, ഡെബിറ്റിലെഴുതും. നമ്മുടെ ബാധ്യതകൾ ഉണ്ടാകുന്ന സമയത്ത്, കൂടുന്ന സമയത്ത് അതിനെവിടെ എഴുതും, ദോഷത്തിലെഴുതും, അതായത് ക്രെഡിറ്റിലും എഴുതും. ഓക്കെ, അപ്പോൾ ബാധ്യത സ്വത്തിൻ്റെ നേരെ വിപരീതമായി വരുന്നൊരു കാര്യമാണ് അല്ലേ. ബാധ്യത ഒരു ഓപ്പോസിറ്റ് സ്വഭാവമാണ്. സ്വത്തുണ്ടാകുന്നത് നല്ലതാണ്,
ബാധ്യത ഉണ്ടാകുന്നത് നല്ലതല്ല അല്ലേ, ബാധ്യത ഉണ്ടാകുന്നത് നല്ലതല്ല. അപ്പോൾ സ്വത്ത് ഉണ്ടാകുന്നത് നല്ലതാണ്, ബാധ്യത ഉണ്ടാകുന്നത് നല്ലതല്ല അല്ലേ. അതായത് ലയബിലിറ്റി ഇൻക്രീസ് എവിടെ എഴുതി, ക്രെഡിറ്റിലാണ് എഴുതി. അപ്പോൾ സ്വത്ത് ഉണ്ടാകുന്നത് നല്ലതാണ്, ബാധ്യത കുറയുന്നത് നല്ലതാണ്. സ്വത്ത് ഉണ്ടാകുന്നത് നല്ലതാണ്, ബാധ്യത കുറയുന്നത് നല്ലതാണ്. ഇവിടെ സ്വത്ത് കുറയുന്നത് ദോഷമാണ്, നല്ല കാര്യമല്ല അല്ലേ. സ്വത്ത് കുറയാൻ നല്ലതാണോ, സമ്പത്ത് കുറയുന്നത് നല്ലതല്ല. പക്ഷെ ബാധ്യത ഉണ്ടാകുന്നതും നല്ലതല്ല, കടങ്ങൾ ഉണ്ടാകുന്നതും നല്ലതല്ല, ചീത്ത കാര്യമാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. മൂന്നാമത്തെ, എക്സ്പെൻസ്, ചിലവുണ്ടാവുക എന്ന് പറഞ്ഞാൽ നല്ലതാണെന്ന് പറയുന്നു. നമ്മൾ അക്കൗണ്ടിങ് പഠിച്ചു തുടങ്ങുന്ന പല ആളുകൾക്കുമുള്ള ഡൗട്ടാണ്, വലിയൊരു ഡൗട്ടാണ്, ഒരുപാട് പഠിച്ച ആളുകൾക്ക് വരെയുള്ള സംശയമാണ് ഈ ചിലവ് എങ്ങനെയാണ് ഡെബിറ്റിൽ വരുന്നത് നല്ലതിൽ വരുന്നത് എന്നുള്ളത്. ചിലവെന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങളെയാണ് ചിലവെന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലോ അതിന് മുമ്പത്തെ ക്ലാസ്സോ എവിടെയോ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, ക്ലാസ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് എക്സ്പെൻസ് എന്നും അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടിയും പറയാം. ചിലവെന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങളാണ്. അതായത് കറണ്ട് ബില്ലെന്ന് പറയുന്നത് ചിലവാണ് അല്ലേ. കറണ്ട് ബില്ല് അടച്ചാൽ അത് ചിലവാണ്. നമ്മൾ 2 മാസം കറണ്ട് ഉപയോഗിച്ചു, 2 മാസം കറണ്ട് ഉപയോഗിച്ചതിനെ പറയുന്ന പേരാണ് കറണ്ട് ബില്ല്. അപ്പോൾ അത് നല്ലതല്ലേ. നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, ഈ കറണ്ട് നമുക്ക് ചീത്ത കാര്യമാണെങ്കിൽ നമ്മളെല്ലാം കറണ്ട് കട്ടിയില്ലേ, എന്നിട്ട് മെഴുകുതിരി അതൊക്കെ കത്തിച്ചിരിക്കില്ലേ. എന്തുകൊണ്ട് കറണ്ട് നമ്മൾ കട്ട് ചെയ്യുന്നില്ല? അത് നമ്മുടെ ആവശ്യമാണ്. നമുക്ക് കറണ്ട് കിട്ടുന്നുണ്ട്, നമുക്ക് കറണ്ട് വേണ്ടേ, ലൈറ്റ് വേണം, ഫാന് വേണം, കറണ്ട് വേണം. അപ്പോൾ ഈ കറണ്ട് നമ്മൾ ഉപയോഗിച്ചതാണ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ സാധാരണ മനുഷ്യർ അല്ലെ, അക്കൗണ്ടിങ് പഠിച്ചു തുടങ്ങുന്നവർ അവിടെ പോകുന്ന ക്യാഷിനെയാണ് നോക്കുന്നത്. പൈസ കയ്യിൽ നിന്ന് പോവുമല്ലേ. അതായത് 2 മാസം നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് കറണ്ട് ബില്ല് വന്നു, ശേഷം നമ്മൾ 2000 രൂപ കറണ്ട് ബില്ല് എന്നാൽ 2000 രൂപ നമ്മൾ കൊടുക്കണം. അപ്പോൾ ഈ 2000 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോവുമല്ലേ, അതാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷെ ആ കയ്യിൽ നിന്ന് പോകുന്നത് ക്യാഷാണ്, നമ്മൾക്ക് കിട്ടിയതാണ്. നമ്മൾ എന്തിനാണ് ആ പൈസ കൊടുക്കുന്നത്, എന്തിനാണ് 2 മാസം കറണ്ട് ഉപയോഗിച്ചു, അതാണ് ചിലവെന്ന് പറയുന്നത്. അതായത് നമ്മൾ ഉപയോഗിച്ചതാണ് ചിലവെന്ന് പറയുന്നത്. 2 മാസം നമ്മൾ ഉപയോഗിച്ചു, അതാണ് ചിലവ്. നമ്മൾ നോക്കുന്നത് ക്യാഷ് പോകുന്നതിനെയാണ്. ക്യാഷ് വെറുതെ പോവുകയാണോ? അല്ലല്ലോ. നമുക്ക് കറണ്ട് കിട്ടിയിട്ടില്ലേ. ഓക്കെ, മനസ്സിലാവുണ്ടാവും നിങ്ങൾക്ക് പറയുന്നത്. അതായത് ഒരു പ്രവൃത്തിക്ക് ഒരു ഗുണമുണ്ട്, ഒരു ദോഷമുണ്ട്. നമുക്കിവിടെ 2 കാര്യമുണ്ട്. കറണ്ട് നമുക്ക് ഉപയോഗിക്കാൻ കിട്ടിയിട്ടുണ്ട്, അത് ഗുണം. കയ്യിൽ നിന്ന് പൈസ പോയിട്ടുണ്ട്, അത് ദോഷം. കറണ്ട് ഉപയോഗിക്കാൻ കിട്ടിയതിനെയാണ് ചിലവെന്ന് പറയുന്നത്. കയ്യിൽ നിന്ന് പൈസ പോയതെന്താണ്? അത് അസറ്റ് കുറഞ്ഞാണ്, സ്വത്ത് കുറഞ്ഞതാണ്. ഇവിടെ സ്വത്ത് ഡിക്രീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ജേണൽ എൻട്രി എന്താ നമ്മൾ എഴുതാറ്? ഇലക്ട്രിസിറ്റി ചാർജ് അക്കൗണ്ട് ആഫ്റ്റർ ക്യാഷ്, അല്ലെങ്കിൽ കറണ്ട് ബില്ല് അക്കൗണ്ട് ആഫ്റ്റർ ക്യാഷ്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എഴുതാറ് അല്ലേ. അപ്പോൾ ഇലക്ട്രിസിറ്റി ചാർജ് ഡെബിറ്റിലാണ് എഴുതുന്നത്. അത് എക്സ്പെൻസ് ഉണ്ടായാൽ നമ്മൾ ഡെബിറ്റിൽ എഴുതും. ഒരു വാടക കൊടുത്തു എന്ന് എഴുതുക. വാടക നമ്മൾ കൊടുത്തു, റൂമിൻ്റെ വാടക കൊടുത്തു. വാടക കൊടുക്കുന്ന സമയത്ത് ശരിക്കും വാടക കൊടുത്തു എന്ന് പറയുന്നത് തന്നെ തെറ്റാണ് അല്ലേ. വാടക നമുക്ക് കൊടുക്കാൻ പറ്റുമോ? വാടകയാണോ നമ്മൾ കൊടുക്കുക? ചിന്തിച്ച് നോക്കൂ. വാടകയാണോ കൊടുക്കുക? അല്ല, ക്യാഷല്ലേ കൊടുക്കുക. അതായത് 20,000 രൂപ റൂമിന് വാടക കൊടുക്കണം, നമ്മളത് കൊടുത്തു. നമ്മൾ വാടകയാണോ കൊടുത്ത്, ക്യാഷാണോ കൊടുത്ത്? ക്യാഷാണ് കൊടുത്ത്. പക്ഷെ ഇത് പഠിച്ചു തുടങ്ങുന്ന പലരും ചോദിക്കും, സാർ ഇത് രണ്ടും ഒന്നല്ല, ഈ വാടക കൊടുത്തു എന്ന് പറയുന്നതന്നെയല്ലേ ക്യാഷ് കൊടുത്ത്, ഒന്നല്ലേന്ന് ചോദിക്കും. ഒന്നല്ല, രണ്ടും രണ്ടാണ്. ക്യാഷാണ് നമ്മൾ കൊടുക്കുന്നത്, വാടകയല്ല കൊടുക്കുക. വാടക കൊടുക്കുകയല്ല ചെയ്യുന്നത്, നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അതായത് യഥാർത്ഥത്തിൽ വാടക കൊടുത്തു എന്ന് നമ്മൾ പൊതുവേ പറയുകയാണ് അല്ലേ. വാടക കൊടുത്തു എന്നല്ല, വാടകയ്ക്ക് വേണ്ടി നമ്മൾ ക്യാഷ് കൊടുത്തു, അങ്ങനെയല്ലേ പറയേണ്ടത്. പക്ഷെ നമ്മൾ പൊതുവേ വാടക കൊടുത്തു എന്ന് പറയും. കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവും അതെവിടെ എന്താ കൊടുത്തിട്ടുള്ളത്, ക്യാഷാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ പ്രത്യേകം ക്യാഷ് എന്ന് എടുത്ത് പറയേണ്ട ആവശ്യം നമ്മുടെ സംസാരത്തിൽ പൊതുവേ വരുന്നില്ല. അതായത് വാടക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, 1 മാസം നമ്മൾ റൂമിനെ ഉപയോഗിച്ചതിനെ പറയുന്ന പേരാണ് വാടക. ഇത് നമ്മുടെ ആവശ്യമാണ്. 1 മാസം റൂം ഉപയോഗിച്ചതിനെ പറയുന്ന പേരാണ് വാടക. 1 മാസം നമ്മൾ റൂം ഉപയോഗിച്ചു, മറ്റൊരു വ്യക്തിയുടെ ആ റൂം നമ്മൾ ഉപയോഗിച്ചു, അതിന് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന എന്താണ്? ക്യാഷ്. ഇങ്ങോട്ട് കിട്ടിയത് എന്താണ്? റൂം 1 മാസം ഉപയോഗിച്ചു. ഇങ്ങോട്ട് കിട്ടിയ റൂം 1 മാസം ഉപയോഗിച്ചു എന്ന കാര്യമുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ വാടക എന്ന് പറയുന്നത്. വാടക ശരിക്കും കൊടുക്കുകയല്ല ചെയ്യുന്നത്, നമുക്ക് ഇങ്ങോട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. അതായത് റൂം 1 മാസം ഉപയോഗിച്ചതാണ് വാടക, അത് നമ്മൾ ഇങ്ങോട്ടാണ് വാങ്ങിയത്, ഇങ്ങോട്ടാണ് സ്വീകരിച്ചത്. അതിന് നമ്മൾ അങ്ങോട്ട് കൊടുത്താണെന്ത്? ക്യാഷ്. അതുപോലെ നമ്മൾ മൊബൈലിൽ റീചാർജ് ചെയ്യാറുണ്ട് അല്ലേ. മൊബൈലിലേക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിന് 300 രൂപ 350 രൂപയൊക്കെ നമ്മുടെ പ്ലാൻ അനുസരിച്ച് റീചാർജ് ചെയ്യും. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന എന്താണ്? ക്യാഷ്. അതായത് ബാങ്കിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ട്രാൻസ്ഫർ. ബാങ്കിൽ നിന്ന് പൈസ പോകും അല്ലേ, ബാങ്കിൽ നിന്ന് പൈസ പോകും. നമുക്ക് കിട്ടുന്ന എന്താ? 1 മാസം നമുക്ക് കാൾ ചെയ്യാം, മൊബൈലിൽ കാൾ ചെയ്യാം, നെറ്റ് ഉപയോഗിക്കാം, ഇതൊക്കെ നമുക്ക് കിട്ടുന്ന ഈ കിട്ടുന്ന കാര്യത്തെയാണ് നമ്മൾ എക്സ്പെൻസ്, ചിലവെന്ന് പറയുന്നത്, മൊബൈൽ റീചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതണം. നമ്മൾ ഒരു വട്ടം മുമ്പേ പറഞ്ഞാണ്, അതുകൊണ്ട് ഇനി അധികം പറയുന്നില്ല.
അപ്പോൾ നമ്മുടെ ആവശ്യങ്ങളെന്ന് പറയുന്നത് ചിലവെന്ന് പറയുന്നത് മനസ്സിലാക്കാതെ അക്കൗണ്ടിങ്ങിലൊരു ചീത്ത കാര്യമല്ല, നല്ല കാര്യമാണ്. ചീത്ത കാര്യമായി വരും എങ്ങനെ? നമ്മളതിനെ അനാവശ്യമായ കാര്യങ്ങൾക്ക് പൈസ ചിലവാക്കുകയോ ചിലവാക്കേണ്ട സമയത്ത് കൃത്യമായി ചിലവാക്കാതിരിക്കുകയോ ചെയ്യുമ്പോഴാണ് അതെന്താവുന്നത്, അതൊരു ചീത്ത കാര്യമായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ ചിലവുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതെന്താണ്? നല്ല കാര്യമാണ്, നമ്മുടെ ആവശ്യങ്ങളാണ് ചിലവെന്ന് പറയുന്നത്. അപ്പോൾ ചിലവ് സാധാരണ അക്കൗണ്ടിങ് പഠിക്കാത്ത ആളുകളോ അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങുന്ന ആളുകളോ ചിലവ് ചീത്തയെന്ന് കരുതാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കലും ചീത്തയല്ല, നല്ല കാര്യമാണ്, നമ്മുടെ ബിസിനസ്സിൻ്റെ ആവശ്യമാണ്. അപ്പോൾ സ്വത്ത് ഉണ്ടാകുന്ന സമയത്ത് അതിനെ നമ്മൾ എവിടെ എഴുതേണ്ടത്? ഡെബിറ്റിലാണ് എഴുതേണ്ടത്. എക്സ്പെൻസ് കുറയുന്ന സമയത്ത്, ചിലവ് കുറയുന്ന സമയത്ത് ക്രെഡിറ്റിൽ എഴുതണം. പക്ഷേ ഈ എക്സ്പെൻസ് കുറയുക എന്ന് പറഞ്ഞ ഈ കാര്യം അപൂർവമായി ഉണ്ടാവുന്നതാണ്, റയറായിട്ട് ഉണ്ടാവുള്ളൂ. അപൂർവമായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രികളിൽ, അതായത് ഒരു 1000 ജേണൽ എൻട്രിയൊക്കെ എഴുതുമ്പോൾ 1 2 ഒക്കെ അല്ലെങ്കിൽ 10,000 എണ്ണം എഴുതുമ്പോൾ അങ്ങനെയൊക്കെ വരുന്നതാണിത്. അപൂർവമായിട്ട് വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് ജേണൽ എൻട്രികളിലൊക്കെ വരുന്നതാണ് എക്സ്പെൻസ് ഡിക്രീസ് എന്ന് പറയുന്നത്. അതായത് ഇത് ഇത് അപൂർവമായിട്ടുണ്ടാവുന്നതാണ്. എക്സ്പെൻസ് എപ്പോഴും എവിടെയായിരിക്കും? ഡെബിറ്റിലാണ് ഉണ്ടാവുക. ചിലവ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഡെബിറ്റാണ്. ഇത് അപൂർവമായിട്ട് സംഭവിക്കാറുള്ളൂ, അഡ്ജസ്റ്റ്മെൻറ്റ് ജേണൽ എൻട്രിയിലൊക്കെ ഉണ്ടാവാറുള്ളൂ. പിന്നെ വരുമാനം കുറയുന്ന സമയത്ത് ഡെബിറ്റിൽ എഴുതണമെന്നാണ് പറയുന്നത്. വരുമാനം കുറയുമ്പോൾ ഡെബിറ്റിൽ എഴുതണം. ഇതും അപൂർവമായിട്ട് സംഭവിക്കുന്നതാണ്, വരുമാനം ഡെബിറ്റിൽ വരാറില്ല. ഒരു 1000 അല്ലെങ്കിൽ 10,000 ജേണൽ എൻട്രിയൊക്കെ എഴുതുമ്പോഴാണ് വരുമാനം ഡെബിറ്റിൽ വരുള്ളൂ. വരുമാനം എന്ന് പറഞ്ഞാൽ ഇതും അക്കൗണ്ടിങ് പഠിച്ച് തുടങ്ങുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ അറിയാത്ത ആളുകൾക്കോ സംശയം ഉണ്ടാവും. വരുമാനം കുറയുന്നത് എങ്ങനെ നല്ലതാണ്, വരുമാനം ഉണ്ടാകുന്നതല്ലേ നല്ലത്? വരുമാനം ഉണ്ടാകുന്നത് എന്താണ്? വരുമാനം നമ്മൾ കഴിഞ്ഞ ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിരുന്നു അല്ലേ? വരുമാനം എന്താണെന്ന് പറയുന്നു. എന്നാലും ഞാൻ ഓടിച്ചു പറയാം. വരുമാനം എന്ന് പറഞ്ഞാൽ ക്യാഷ് ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് ചെയ്ത് കൊടുക്കുന്ന പ്രവർത്തികളെ, നമ്മുടെ അധ്വാനങ്ങളെയാണ് വരുമാനം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ അങ്ങോട്ട് ചെയ്ത് കൊടുക്കുന്ന പ്രവൃത്തികൾ. ഇപ്പോൾ ഞാനൊരു മൊബൈൽ നേരാക്കി കൊടുത്തു എന്ന് കരുതാൽ, ആ മൊബൈൽ നേരാക്കി കൊടുക്കാൻ ഞാൻ കുറച്ച് നേരം കഷ്ടപ്പെട്ടില്ലേ, അധ്വാനിച്ചില്ലേ? ഈ അധ്വാനത്തെയാണ് വരുമാനം എന്ന് പറയുന്നത്. അതിനെനിക്ക് ഇങ്ങോട്ട് കിട്ടുന്നത് എന്താണ്? ക്യാഷാണ്. നമുക്ക് സാധാരണ മനുഷ്യർ ക്യാഷ് കിട്ടുന്നതിനെയും പോകുന്നതിനെയും നോക്കുന്നത്. പക്ഷേ അക്കൗണ്ടിങ്ങിൽ ക്യാഷ് കിട്ടുന്നതിനെയല്ല വരുമാനം എന്ന് പറയുന്നത്. ക്യാഷ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്താണ് അങ്ങോട്ട് ചെയ്ത് കൊടുത്തത്, എന്ത് കാര്യമാണ് ചെയ്തത്, എന്ത് ത്യാഗമാണ് ചെയ്തത്, ഇതാണ് വരുമാനം എന്ന് പറയുന്നത്. നമ്മൾ അങ്ങോട്ട് ചെയ്തു കൊടുത്ത, മറ്റൊരു വ്യക്തിക്ക് അങ്ങോട്ട് ചെയ്തു കൊടുത്തതാണ് വരുമാനം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലുള്ള ഓരോ ബിസിനസ്സും മറ്റുള്ളവർക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്തു കൊടുക്കാൻ വേണ്ടി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അല്ലേ, തുറന്നു വെച്ചിട്ടുള്ളതാണ്. ആ ചെയ്തു കൊടുക്കുന്ന പ്രവർത്തികളാണ് എന്ത് പറയുന്നത്? വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ വരുമാനം എപ്പോഴും ദോഷത്തിലാണ് ഉണ്ടാവുക കേട്ടോ. എന്തുകൊണ്ടാണ് ദോഷത്തിലാവുന്നത്? നമ്മൾ മറ്റൊരു വ്യക്തിക്ക് ചെയ്തു കൊടുത്ത പ്രവൃത്തി, ത്യാഗം, അധ്വാനം, ഇതിനെയൊക്കെയാണ് വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് എന്ത് കിട്ടും? ക്യാഷ് കിട്ടും. അപ്പോൾ നിങ്ങൾ കരുതും അല്ലെങ്കിൽ ചോദിക്കും, അപ്പോൾ വരുമാനം നല്ലതല്ലേ, അപ്പോൾ വരുമാനം ഉണ്ടാവുമല്ലേ വേണ്ടത്? ശരിയാണ്, വരുമാനം ഉണ്ടാവുന്നേ വേണ്ടത്. വരുമാനം നല്ലത് തന്നെയാണ്. അതായത് എങ്ങനെ? നമുക്ക് ക്യാഷ് കിട്ടുന്നുണ്ട്. നമ്മളൊരു കാര്യം മറ്റൊരാൾക്ക് ചെയ്തു കൊടുത്താലേ നമുക്ക് ക്യാഷ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ക്യാഷ് കിട്ടുന്നതുകൊണ്ട് അത് നമുക്ക് നല്ലതായിട്ട് തന്നെയാണ് വരിക. പക്ഷേ അക്കൗണ്ടിങ്ങിൽ ക്യാഷ് എന്ന് പറഞ്ഞാൽ അസറ്റാണ്. പക്ഷേ ആ ക്യാഷ് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്തു കൊടുത്ത കാര്യമാണെന്ത്? വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ വരുമാനം നല്ലതാണോ എന്ന് ചോദിച്ചാൽ ആണ്. എന്തുകൊണ്ട്? ക്യാഷിൻ്റെ സൈഡിലോട്ട് നോക്കുമ്പോൾ ക്യാഷ് ഇങ്ങോട്ട് വരാനുള്ള കാരണമാണ് വരുമാനം. പക്ഷേ നമ്മൾ അങ്ങോട്ട് ചെയ്തു കൊടുത്ത നമ്മുടെ അധ്വാനമാണ് എന്ത്? വരുമാനം. അങ്ങനെ നോക്കുമ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ റൂള് പ്രകാരം എന്താണ്? അത് ദോഷത്തിലാണ് വരിക. ഓക്കെ, അതായത് ഒരു പ്രവർത്തിക്ക് ഒരു ഗുണമുണ്ട്, ഒരു ദോഷമുണ്ട്. ഗുണമുണ്ട്, ദോഷമുണ്ട്. ഒരു പ്രവർത്തിക്ക് ഗുണമുണ്ട്, ദോഷമുണ്ട്. നമ്മൾ മറ്റൊരാൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്താലേ എന്ത് കിട്ടുള്ളൂ? ക്യാഷ് കിട്ടുള്ളൂ. അപ്പോൾ ക്യാഷ് കിട്ടുന്നത് നോക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. പക്ഷേ ക്യാഷ് കിട്ടുന്നതിനല്ല വരുമാനം എന്ന് പറയുന്നത്. നമ്മൾ ആ ക്യാഷ് കിട്ടാൻ വേണ്ടി ചെയ്തു കൊടുത്ത പ്രവൃത്തിയാണ് വരുമാനം. അതുകൊണ്ട് അതെന്താണ്? അത് കൂടുമ്പോൾ ദോഷത്തിലാണ് വരിക. ഓക്കെ, വരുമാനം കൂടുമ്പോൾ ദോഷത്തിൽ വരും, വരുമാനം കൂടുമ്പോൾ ദോഷത്തിൽ വരും. അതിന് ഓപ്പോസിറ്റ് ക്യാഷ് ഇവിടെ ഉണ്ടാവും. അതായത് അസറ്റ്, നമ്മളിപ്പോൾ ഒരു കമ്മീഷൻ കിട്ടിയിരുന്നത് നമ്മളിങ്ങനെ എഴുതുക ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ. അതായത് ഇവിടെ അസറ്റ് കൂടുമ്പോൾ അതിന് ഡെബിറ്റ് ചെയ്യും, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ. പിന്നെ റിസീവ്ഡ് കമ്മീഷൻ ഇവിടെ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. വരുമാനത്തെ നമ്മൾ ക്രെഡിറ്റാണ് ചെയ്യുക. അതായത് വരുമാനം ഉണ്ടാകുമ്പോൾ ഒപ്പം എന്തുണ്ടാവും? അസറ്റ് ഉണ്ടാവും നമുക്ക് അല്ലേ, അതായത് കിട്ടുന്ന ക്യാഷ് ഉണ്ടാവാം. ഓക്കെ, മിക്കവാറും ഉള്ളത് കേട്ടോ. അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി ഒക്കെ ആണെങ്കിൽ മാറാം. അപ്പോൾ അപ്പോൾ മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ വരുമാനം ക്രെഡിറ്റ് ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക, അപൂർവമായിട്ട് ഡെബിറ്റ് വരുള്ളൂ കേട്ടോ. ഇനി ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റിലാണ് പൊതുവെ ഉണ്ടാവുക. നമ്മുടെ ബിസിനസ്സിൽ ഒരു ബാധ്യത സ്വഭാവമുള്ള, ലയബിലിറ്റിയുടെ സ്വഭാവമുള്ള, ബാധ്യതയുടെ സ്വഭാവമുള്ള ഒന്നാണ് ഈ ക്യാപിറ്റൽ ഏകദേശം പറയുന്നത്. അതായത് ബിസിനസ് ഉടമസ്ഥന് കൊടുക്കാനുള്ള
പണമായിട്ടാണ് ക്യാപിറ്റൽ പറയുന്നത് അല്ലേ. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്, അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ബിസിനസ് ഉടമസ്ഥന് കൊടുക്കാനുള്ള പണമായിട്ടാണ് ക്യാപിറ്റൽ കണക്കാക്കുക ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരം. അതുകൊണ്ട് ഇത് ഏകദേശം ഒരു ലയബിലിറ്റിയുടെ ഒരു സ്വഭാവമാണ് വരുന്നത്. അതുകൊണ്ട് ബാധ്യത കൂടുന്ന പോലെയാണ് ക്യാപിറ്റൽ. ഉടമസ്ഥൻ ബിസിനസ്സിലോട്ട് ഇറക്കുന്ന സ്വത്തുകളാണ് എന്ത്, ക്യാപിറ്റൽ. ഇതൊക്കെ നമ്മൾ ഒന്നാമത്തെ രണ്ടാമത്തെ ക്ലാസ്സിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഒരുപാട് പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ ഉണ്ടാകുമ്പോൾ അതായത് ബിസിനസ് ഉടമസ്ഥന് കൊടുക്കാനുള്ള പണം കൂടുകയാണ്. അതുകൊണ്ട് അതൊരു ബാധ്യതയായിട്ടാണ്, ബാധ്യതയുടെ സ്വഭാവമാണ് വരുന്നത്. അതുകൊണ്ട് അത് കൂടുമ്പോൾ എവിടെ എഴുതണം, ദോഷത്തിൽ എഴുതണം. ഇനി ക്യാപിറ്റൽ കുറയുന്ന സമയത്ത് എവിടെയാണ് എഴുതേണ്ടത്, ഡെബിറ്റിലാണ് എഴുതേണ്ടത്. കാരണം ബിസിനസ് ഉടമസ്ഥന് കൊടുക്കാനുള്ള പണം ഇവിടെ എന്താണ്, കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ റൂൾ എന്ന് പറഞ്ഞാൽ. ഈ റൂൾ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഡെബിറ്റും ക്രെഡിറ്റും നോക്കി എഴുതാം. സ്വത്ത് കൂടുമ്പോൾ അതിനെ ഡെബിറ്റിൽ ചെയ്യാം, സ്വത്ത് കുറയുമ്പോൾ അതിനെ ക്രെഡിറ്റ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ജേണൽ എൻട്രി ചെയ്യാം. പക്ഷേ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഇതൊരു മനഃപ്പാഠം പഠിക്കുന്ന രീതിയിലാണ്. അക്കൗണ്ടിങ് മനഃപ്പാഠം പഠിക്കുന്നതിനേക്കാൾ എളുപ്പം, അല്ലെങ്കിൽ അക്കൗണ്ടിങ് പഠിക്കേണ്ടത് മനസ്സിലാക്കിയിട്ടാണ്, കാര്യങ്ങളെ മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്, മനഃപ്പാഠമല്ല പഠിക്കേണ്ടത്. മനസ്സിലാക്കാൻ പറ്റാത്തത് മാത്രമാണ് നമ്മൾ മനഃപ്പാഠം പഠിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു റൂള് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജേണൽ എൻട്രി എടുത്ത സമയത്ത് നമുക്ക് എന്ത് കിട്ടി, എന്താണ് നല്ലത് എന്ന് നമ്മൾ ഡെബിറ്റിൽ നോക്കി എഴുതിയത്. ശരിക്കും ഈ റൂളില്ലാതെയാണ് ഞാനത് ചെയ്തത് അല്ലേ. അതായത് നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ട് എഴുതുകയാണ്. എന്താണ് നമുക്ക് വന്ന നല്ല കാര്യം, അതിനെ ഡെബിറ്റ് ചെയ്യുന്നു. എന്താണ് നമുക്ക് വന്ന ചീത്ത കാര്യം, അതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ തന്നെ നമുക്കത് മനസ്സിലാവും എന്താണ് നല്ലത്, എന്താണ് ചീത്ത എന്നുള്ളത്. അങ്ങനെ നോക്കി നമ്മൾ എഴുതുകയാണ് ചെയ്ത്. ആ കാര്യം തന്നെയാണ് ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റൂള് നോക്കിയിട്ട് പല ആളുകളും എഴുതാറുണ്ട്. പക്ഷെ അത് ഒന്നുകൂടി എളുപ്പമായിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിരുന്നത്. ഇനി അങ്ങനെ എടുത്തു പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി എളുപ്പമായിട്ടാണ് നമ്മൾ ചിന്തിച്ച് എഴുതുക. അതായത് ഗുണം എന്താണ്, ദോഷം എന്താണ് നമ്മൾ ചിന്തിക്കുന്നു, മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു, എന്നിട്ട് ജേണൽ എൻട്രി എഴുതുന്നു. ആ കാര്യമാണ് ശരിക്കും ഈ റൂളെന്നും പറയുന്നത്.